ഗായ്സ്, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് ലഞ്ച് കഴിക്കാൻ പോവാണ്. ഷാപ്പിലേക്കാട്ടോ പോണത്. തിരുവാങ്കുളത്തുള്ളതാണ്. പേരും ഡീറ്റെയിൽസും ഒന്നും എനിക്ക് അറിയില്ല, അത് ഞാൻ പോകുന്ന വഴി പറയാം കേട്ടോ. ഇന്ന് ഷ്യാമിൻ്റെ ഓഫീസിലെ ഫ്രണ്ട്സായിട്ടാണ് പോണത്. എനിക്ക് ഇവരെ ഒന്നും കണ്ടു പരിചയമില്ല, പേര് പറഞ്ഞ് കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അപ്പം എന്തായാലും ഇന്ന് അവരെയും കൂടെ പരിചയപ്പെടാം. പിന്നെ ആ വീഡിയോ ആവാം കേട്ടോ. ഇപ്പോഴത്തുള്ള മാമല ടൊഡി ഷോപ്പാട്ടോ. അപ്പം ഇപ്പോൾ ഷ്യാമിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പം നല്ല വെയിലാണ്, അപ്പം കാറിന് തന്നെ പോണത്. നമുക്ക് ബൈക്കിന് പോണ ഒരു നല്ല വെയിലാണ്. വന്നിട്ടുണ്ട് താഴെ, നമ്മൾ വാതിലൊക്കെ പൂട്ടി പോവാണ്. നല്ല ചൂടും. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വെയിലുണ്ടായിരുന്നില്ല, പക്ഷെ നല്ല ചൂടുണ്ട്. മഴക്കാറായിരുന്നു, മൊത്തം ഇരുണ്ട് കൂടി ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. നമുക്കിനി കുറച്ച് പേരെയൊക്കെ പിക്ക് ചെയ്യാനുണ്ട് കേട്ടോ. സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എനിക്ക് ഇവരോടൊക്കെ മിണ്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ റെഡി ആവും എന്തായാലും. ഹലോ, നല്ല ബ്ലോഗ്. ഓക്കെ, താങ്കളിപ്പോൾ ഏത് വഴിക്കാണ് വരുന്നത്? IMG എന്നാണോ വരുന്നത് അതെയോ? അങ്ങനെ നമ്മൾ അവിടെ എത്തി. നമ്മൾ ആദ്യമേ തുടക്കം കുറിച്ചത് ഒരു കള്ള് മേടിച്ചിട്ടായിരുന്നു കേട്ടോ. ബ്ലോഗിന്റെ മെയിനാണ് വന്നിട്ടുണ്ട്. ഇത് വേണം, ഇതിന്റെ ആവശ്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം അയക്കാൻ വെച്ചിട്ടൊന്നും പറ്റിയില്ലല്ലോ. ഇതൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് വന്നോണ്ടിരിക്കുകയാണ്. ഇത് കൊഴുവ ഫ്രൈ, ഇത് പന്നിയാണ്. നമ്മൾ കള്ളിലാട്ടോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത്. ഇതാണ് കള്ളപ്പം. കള്ളപ്പം നമ്മൾ പറഞ്ഞു കപ്പയാണ്. എനിക്ക് ഇവരോട് സ്റ്റാർട്ടിങ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഇവരെന്നോട് ചോദിക്കുകയാണ് എന്താ ഒന്നും മിണ്ടാത്ത, ഇങ്ങനെയല്ല ഞങ്ങൾ വിചാരിച്ചേന്നൊക്കെ കേട്ടോ. നല്ല സോഫ്റ്റ് അല്ല, എന്റെ പണി സ്വഭാവം ഇതല്ലെന്ന്. കമന്റ്സ് വരുന്നത് സൈലന്റ് നോക്കി. കമന്റ്സ് വരുന്നതൊക്കെ എന്താ സൈലന്റ്? ഇവരായിട്ടൊന്ന് സെറ്റ് ആവണതേ ഉള്ളൂ. ഇവളായിട്ട് പെട്ടെന്ന് സെറ്റ് ആവും. സവാളയുടെ ഉള്ളിയുടെ ഒന്നും തൊലി കളഞ്ഞിട്ടില്ല. ഇവര് പറഞ്ഞ് തൊലി കളയില്ല. ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കണം. ഇപ്പൊ കാണിച്ചത് ഇടിയിർച്ചയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിച്ചതെന്ന് പറഞ്ഞല്ലോ. ഒരു ചെറിയൊരു പുകയുടെ ടേസ്റ്റ് ഉണ്ട്, അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഓക്കെയാണ്. ഇതെന്താ ക്ഷമ? കുപ്പിയുടെ എണ്ണം ചെറുതായിട്ടൊന്ന് കൂടിയിട്ടുണ്ട് കേട്ടോ. കൂന്തൽ അടിപൊളിയാണ്. ഒന്ന് വരക്കായിട്ട് സെറ്റായിട്ടോ. സെറ്റായി വരുന്നു അല്ലേ. നമ്മൾ കുറേ നേരം സംസാരിച്ചിട്ടോ. പിന്നെ വന്ന ടോപ്പിക്ക് നമ്മുടെ ലവ് സ്റ്റോറി ആയിരുന്നു. അങ്ങനെ കുറച്ച് നേരം ലവ് സ്റ്റോറി ഒക്കെ പറഞ്ഞു കേട്ടോ. ഫുഡടിയൊക്കെ കഴിഞ്ഞു, കുറേ നേരം വിശേഷമൊക്കെ പറഞ്ഞു. അമിത, ശ്രീലക്ഷ്മി, ശ്യാമ്, ബാക്കി രണ്ടുപേരുന്നു. ഡോണും കുര്യപ്പൻ എന്നാ പറഞ്ഞ യഥാർത്ഥ പേര്. ആണോ? ഞാൻ വിചാരിച്ചത് കളിയാക്കാൻ. ഇതൊക്കെയാണ് ഇവിടുത്തെ മെനു. ഇവിടെ രാവിലെ 6 മണിക്ക് ഓപ്പൺ ആവും, ബ്രേക്ക്ഫാസ്റ്റ് അടക്കമുണ്ട്. പിന്നെ രാത്രി 8 മണിക്കാണ് ക്ലോസിംഗ് എന്നാണ് പറഞ്ഞത്. ഇവിടെ കഴിഞ്ഞിട്ട് നല്ല സംസാരമാണ്, നല്ല കത്തിയൊക്കെയാണ്. നമ്മൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ മാരേജിനെ പറ്റി പറഞ്ഞു, ഓഫീസ് വർക്കിൻ്റെ കാര്യം പറഞ്ഞു, അങ്ങനെ ഓരോരോ കഥകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറ്റം പറഞ്ഞിരിക്കുകയാണ്. ഇവരായിട്ട് ഞാൻ കമ്പനിയൊക്കെ ആയിട്ടോ. കമ്പനി ആയില്ലേ? ഇപ്പൊ സെറ്റായില്ലേ? വന്ന പോലെ അല്ലല്ലോ. നിങ്ങളായിരുന്നു, നിങ്ങൾക്കൊക്കെ അറിയാലോ. എനിക്ക് മാത്രമല്ല, നിങ്ങളറിയാം. അവിടെ ഒരു ചേട്ടനായിട്ട് നല്ല കമ്പനി ആയിട്ടോ. ആ ചേട്ടനോട് ഞാൻ ചോദിച്ചു വീഡിയോയിൽ കാണിക്കട്ടെ, വേണ്ടാന്ന് പറഞ്ഞോണ്ടാട്ടോ കാണിക്കാത്ത. ഇത് വ്ളോഗാ ചേട്ടാ? അതാ ചേട്ടാ
കല്യാണം കഴിച്ചോ? പിന്നെ കെട്ടിയാനുണ്ട്. ക്യാമറമാനാണോ? വീഡിയോഗ്രാഫറാ. ചേട്ടൻ വരെ ചോദിച്ചു ഇതാ ചേട്ടൻ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നതാട്ടോ. നല്ല അടിപൊളി അച്ചാറായിരുന്നു കേട്ടോ, നല്ല കഴിക്കാൻ സൂപ്പർ. എനിക്കിഷ്ടായി. രസല്ലേ? അങ്ങനെയല്ല എനിക്ക് വേണ്ടിയേ ഫുൾ എക്സ്പ്രഷൻ ഇട്. സോറി ഇത് അടിന്ന് വന്നതാ, ഉള്ളിന്ന് വരുന്നത്. ഇനി ഇതോ ശരി. നല്ല മഴയാണ് ഗായ്സ്. ഞാൻ ഇപ്പം ചുമ്മാ പുറത്തേക്ക് ഇറങ്ങിയതാണ്. നല്ല മഴ. മാമല നാടൻ രുചികൾ. ഞാൻ ഇറങ്ങി, ഇവിടെ നിന്ന് ഇറങ്ങാണ്. മഴ ഒടിയുണ്ട്, നല്ല മഴയുണ്ട്. സമയം ഇപ്പോൾ 4:45. നമ്മൾ 12:30 കയറിയതാണ്. 4:45 ഇറങ്ങണേ. ഇതിന്റെ സൈഡിൽ തന്നെ വേറൊരു കള്ളുഷാപ്പും കൂടെ ഉണ്ട്, കണ്ടോ? കള്ളുഷാപ്പ് എന്നൊക്കെ പറഞ്ഞപ്പോ ആ ഒരു രീതി പാടത്തിന്റെ നടുക്ക് അങ്ങനെയുള്ള ഒരു സെറ്റപ്പാണ് വിചാരിച്ചത്. പക്ഷെ ഇതൊരു റെസ്റ്റോറന്റ് പോലത്തെ ആയി. പക്ഷെ ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയിട്ടും കുറെ കഥകൾ പറഞ്ഞു, സംസാരിച്ച് തീരുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക്. ഇഷാം ഇവിടുത്തെ ഫുഡ് രസല്ലേ? പക്ഷെ എനിക്ക് തോന്നി എന്താണെന്നറിയാവോ, ആ കള്ള് ഷാപ്പിന്റെ ആ വൈബ് ഉള്ളിൽ കിട്ടി, പക്ഷെ പുറത്ത് ആംബിയൻസ് കിട്ടിയില്ല. അതിൻ്റെ ഒരു നെഗറ്റീവ് എനിക്ക് തോന്നിയുള്ളൂ. പക്ഷെ ബാക്കിയൊക്കെ അടിപൊളി. ഫുഡൊക്കെ അടിപൊളിയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫുഡാണ് അല്ലേ? നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മൾ അത്രയും സാധനം കഴിച്ചിട്ട് 1500 താഴെ വന്നുള്ളൂ. ഞങ്ങൾ കുറേ സാധനങ്ങൾ കഴിച്ചു. കഴിക്കാത്തതിലൊരു സാധനം ഉണ്ടായി, തലക്കറിയാണ്. അത് പക്ഷെ നമ്മളെ കൊണ്ട് എല്ലാവർക്കും അത് പോവൂലാന്ന് തോന്നി അല്ലേ? കുറേ പേര് കഴിക്കില്ല തലക്കറി. അപ്പം അതുകൊണ്ടാണ് നമ്മൾ തലക്കറി മേടിക്കാതിരുന്നത്. ഞണ്ട് കഴിച്ചില്ല. ഞണ്ട് നമ്മൾ ലാസ്റ്റ് ആയപ്പോഴാണ് ആലോചിച്ചത്. പിന്നെ എല്ലാവർക്കും അതിനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിത് കഴിക്കാതിരുന്നത്. നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്, വീട്ടിലെത്തി. 7:15 സമയം. നമ്മൾ രാവിലെ പോയതാണ്. അപ്പം എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും ഷാമിൻ്റെ ഫ്രണ്ട്സൊക്കെ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല വൈബാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.